മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ്. മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. കരഞ്ഞുകൊണ്ടാണ് കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, സ്വർഗ്ഗത്തിലേക്ക് പോകാൻ നിറമൊരു തടസ്സമാകുമോ നബിയേ? സഅദ് റളിയല്ലാഹു തആല അൻഹു സൗന്ദര്യമില്ലാത്തവനാണ്, കരിക്കട്ടയെ പോലെ കറുത്തവനാണ്. കരിക്കട്ടയെ പോലെ കറുത്തവനാ സഅദ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്നിരുന്നിട്ട് ചോദിച്ചു, നബിയേ ഈ കറുപ്പ് സ്വർഗ്ഗത്തിലേക്ക് പോകാനുള്ള തടസ്സമാണോ? അല്ലാഹുവിന്റെ റസൂൽ ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ പിടിച്ചിട്ട് ചോദിച്ചു, സഅദ് എന്തേ നീ അങ്ങനെ ചോദിച്ചത്? എന്തേ നീ അങ്ങനെ ചോദിച്ചത്? സഅദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, എനിക്ക് വിവാഹം കഴിക്കണമെന്ന് വല്ലാത്ത മോഹമുണ്ട് നബിയേ. എനിക്കാരും വിവാഹം കഴിച്ചു തരുന്നില്ല. എനിക്ക് സൗന്ദര്യമില്ലാത്തത് കാരണം ഒരു മനുഷ്യനും എനിക്ക് ശനിക്കതാ തന്റെ മകളെ കെട്ടിച്ചു തരുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിനോട് വേദനയോടുകൂടി സഅദ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ആ ചെറുപ്പക്കാരനായ സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ അടുത്തേക്ക് വിളിച്ചിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുത്തു, ആ നാട്ടിലെ ഏറ്റവും വലിയ ഒരു കോടീശ്വരന്റെ വീട് പറഞ്ഞു കൊടുക്കുകയാ. മഹാനായ അംർ ഇബ്നു വഹബ് എന്ന് പറയുന്നു ഒരു കോടീശ്വരന്റെ വീട് പറഞ്ഞു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആ വീട്ടിൽ പോയിട്ട് നീ ചോദിക്കും മകളെ വിവാഹം കഴിച്ചു തരുമോ എന്ന്. ഞാനാ പറഞ്ഞു വിട്ടതെന്ന് പറയാറ് ആ മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനെ പറഞ്ഞു വിടുമ്പോ, പടച്ചവനെ, ആ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരനുണ്ടല്ലോ, ആ കോടീശ്വരന്റെ വീടിന്റെ മുന്നിൽ പോയി നിന്ന് സലാം പറഞ്ഞു. അല്ലാഹുവേ, പടച്ചവനെ, വാതിൽ തുറന്നിട്ട് ആ മനുഷ്യൻ ഇറങ്ങി വരുമ്പോ മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു അംർ ഇബ്നു വഹബിനോട് ചോദിച്ചു, നിങ്ങളുടെ മകളെ എനിക്ക് വിവാഹം കഴിച്ചു തരുമോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു വിട്ടതാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു വിട്ടതാ. പടച്ചവനെ, അംർ ഇബ്നു വഹബ് അങ്ങോട്ട് നോക്കുമ്പോ കറുത്ത് കരിക്കട്ടയെ പോലെ ഇരിക്കുന്ന ചെറുപ്പക്കാരനെ കാണുമ്പോ അവിടുന്ന് പറഞ്ഞു, ഇല്ലടാ എന്റെ പൊന്നുമോളെ നിനക്ക് ഞാൻ വിവാഹം കഴിച്ചു തരൂല. കാരണം സൗന്ദര്യമില്ലാത്തവനാ, കണ്ടാൽ അറുപ്പ് തോന്നുന്ന രൂപം. പടച്ചവനെ അവിടുന്ന് പറഞ്ഞ് ആട്ടിയോടിക്കുകയാണ്. മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു കണ്ണ് നിറഞ്ഞുകൊണ്ട് വീടിന്റെ കൊട്ടാരത്തിന്റെ മുന്നിൽ നിന്ന് തിരിച്ചു നടക്കുകയാ. ആ മനുഷ്യനും കൂട്ടി തിരിഞ്ഞു നടക്കുമ്പോ അംർ ഇബ്നു വഹബിന്റെ സുന്ദരിയായ യുവത്വത്തിന്റെ നടുവിലൂടെ കടന്നു പോകുന്ന ഏത് ചെറുപ്പക്കാരനും കെട്ടണമെന്ന് മോഹം തോന്നുന്ന ആ സുന്ദരിയായ പെണ്ണ് തന്റെ വാപ്പയുടെ കയ്യിൽ പിടിച്ചിട്ട് അവിടുന്ന് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാ. അവിടുന്ന് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാ, വാപ്പാ, അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് വേണ്ടി പറഞ്ഞു വിട്ട പുതുമാപ്പിളയാണ്. അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് വേണ്ടി പറഞ്ഞു വിട്ട പുതുമാപ്പിളയാ. നിങ്ങൾ അവനെ പറഞ്ഞു വിട്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വിട്ട മനുഷ്യന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ട് നിങ്ങൾ തിരിച്ചു വിട്ടല്ലോ. വാപ്പാ, അവനെ കാണാൻ അഴകില്ലെങ്കിലും, അവന് കാണാൻ അഴകില്ലാത്തവനാണെങ്കിലും എനിക്കവനെ ഇഷ്ടപ്പെട്ടു വാപ്പാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വിടണമെങ്കിൽ അതിനൊരു കാരണമുണ്ട് വാപ്പാ. അതുകൊണ്ട് ഓടിച്ചെന്നിട്ട് സമ്മതമാണെന്ന് പറ വാപ്പാ. എന്റെ പ്രിയമുള്ളവരെ, അംർ ഇബ്നു വഹബിന്റെ സുന്ദരിയായ പൊന്നുമോൾ അവിടുന്ന് തന്റെ പ്രിയപ്പെട്ട വാപ്പയുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് യാചിക്കുമ്പോ ആ സഹോദരന് പടച്ചവനെ അംർ ഇബ്നു വഹബ് ഇറങ്ങി ഓടുകയാണ്. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാൻ മനസ്സ് വേദനിപ്പിച്ചിറക്കി വിട്ടത് അവന് കള്ളം പറയുകയാണോ എന്ന് പേടിച്ചിട്ടാ നബിയേ. അങ്ങ് പറഞ്ഞു വിട്ടവനാണെങ്കിലോ എനിക്ക് സമ്മതമാ നബിയേ. എന്റെ പൊന്നാര മകള് കോടീശ്വരനായ അംർ ഇബ്നു വഹബ് പറയുകയാണ്, എന്റെ പൊന്നുമോളെ കെട്ടിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണ് നബിയേ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, വിവാഹം ഉറപ്പിച്ച പൊന്നുപോര് അംർ ഇബ്നു വഹബിന്റെ പൊന്നുമോള് സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ കെട്ടിച്ചു
കൊടുക്കാൻ തീരുമാനിക്കുകയാ. സഅദ് റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, മഹർ കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല നബിയേ, ഞാൻ പാവപ്പെട്ടവരാ നബിയേ, വിവാഹം കഴിക്കണമെങ്കിൽ മഹർ കൊടുക്കണമല്ലോ നബിയേ, എന്റെ കയ്യിലൊന്നുമില്ല എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാണ്, മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു, മൂന്ന് സഹാബിമാരുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്. 200 ദിർഹം വെച്ച് വാങ്ങാ പറഞ്ഞു വിടുകയാ. സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ, അല്ലാഹുവേ, എത്രയോ കൊല്ലങ്ങൾ മോഹിച്ച് നടന്നിട്ട് ഒരു മനുഷ്യനും തന്റെ പൊന്നുമോളെ കെട്ടിച്ചു കൊടുത്തില്ല. അവസാനം ഒരു സുന്ദരിയായ പെണ്ണിനെ കിട്ടി. പടച്ചവനെ, വല്ലാത്ത ആഗ്രഹത്തോട് സഹാബത്തിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. പടച്ചുറപ്പേ, അല്ലാഹുവേ, അവിടുന്ന് പണവും വാങ്ങിയിട്ടു പടച്ചവനെ വസ്ത്രം വാങ്ങുന്നതിന് വേണ്ടി പട്ടണത്തിലേക്ക് കടന്നു പോവുകയാ. വിവാഹ വസ്ത്രം വാങ്ങാൻ, തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് കൊടുക്കാനുള്ള വസ്ത്രം വാങ്ങാൻ, പുതുമണവാളനെ പോലെ ഒരുങ്ങുന്നതിന് വേണ്ടി വസ്ത്രം വാങ്ങുന്നതിന് വേണ്ടി പണവുമായി കമ്പോളത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവേ, അപ്പോഴാണ് വിളിച്ചു പറയുന്നത്, ഇസ്ലാമിനെതിരെ ശത്രുക്കൾ കടന്നു വരികയാണ്. ഇസ്ലാമിനെതിരെ ശത്രുക്കൾ കടന്നു വരികയാ. യുദ്ധത്തിന് തയ്യാറെടുക്കണ്, യുദ്ധത്തിന് തയ്യാറെടുക്കണ്. പടച്ചവനെ, കൊല്ലങ്ങളായി നടന്നിട്ടു ആരും വിവാഹം കഴിച്ചു കൊടുക്കാ തയ്യാറായില്ല. അവസാനം ഒരു നല്ല പെണ്ണിനെ കിട്ടി. ആ പെണ്ണിന് ധരിക്കുന്നതിന് വേണ്ടി വസ്ത്രം വാങ്ങാൻ പട്ടണത്തിലേക്ക് കടന്നുപോയ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചെവിയിലേക്ക് ഈ ശബ്ദം അങ്ങ് കേൾക്കുമ്പോ, അല്ലാഹുവേ, മഹറിന് കൊടുക്കാ പടച്ചവനെ പുതുവസ്ത്രം വാങ്ങാ കമ്പോളത്തിലേക്ക് കടന്നുപോയ സഅദ് റളിയല്ലാഹു തആല അൻഹു പടച്ചറപ്പേ കടന്നു ചെന്നിട്ടൊരു കുതിരയെ വാങ്ങുകയാ. ഒരു കുതിരയെ വാങ്ങി, ഒരു വാള് വാങ്ങി, പടച്ചവനെ ഒരു പടയങ്കി വാങ്ങി, എന്നിട്ടൊരു തലപ്പാവ് വാങ്ങി. അല്ലാഹുവേ, എന്നിട്ടെല്ലാം വാങ്ങിയിട്ട് കുതിരയുടെ മുകളിലേക്ക് കയറുകയാണ്. എന്നിട്ട് തന്റെ മുഖമങ്ങ് തുണി കൊണ്ട് കെട്ടിക്കിടക്കുകയാ. കണ്ണുകൾ മാത്രം വെളിയിലാക്കി ആ പുതുമണവാളൻ തന്റെ മുഖം മുഴുവനും അങ്ങ് മറയ്ക്കുകയാണ്. എന്തിനെന്നറിയുവോ, എന്റെ പ്രിയമുള്ളവരെ, യുദ്ധത്തിന് പോകാരാ. യുദ്ധത്തിന് പോകുന്നതിന് വേണ്ടി തന്റെ മുഖം മറച്ചിട്ട് യുദ്ധത്തിന്റെ രണാങ്കണത്തിലേക്ക് പാഞ്ഞിറങ്ങുകയോ. പടച്ചവനെ, ശത്രുക്കളെ മുഴുവനും വെട്ടിമുറിക്കുകയാണ്. സഹാബത്ത് പറഞ്ഞു, ആ ചെറുപ്പക്കാരനെ കണ്ടു, അത് മലക്കാണോ അതോ മനുഷ്യനാണോ? പടച്ചവനെ, ശത്രുക്കളെ മുഴുവനും വെട്ടിമുറിച്ച തരിപ്പണമാക്കുകയോ. എല്ലാവരും ആ ചെറുപ്പക്കാരനെ ആകാംക്ഷയോട് നോക്കുകയാ. ആരാണെന്ന് മനസ്സിലാകുന്നില്ല, മുഖം മുഴുവനും മറച്ചിട്ടിരിക്കുകയോ. എന്റെ പ്രിയമുള്ളവരെ, അവസാനം യുദ്ധം കഴിഞ്ഞ് നോക്കുമ്പോ യുദ്ധക്കളത്തിലെ ശരീരം മുഴുവനും വെട്ടിമുറിച്ചിട്ട് മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്നു ഈ ചെറുപ്പക്കാരനെ കാണാ എല്ലാവരും ഓടുകയാണ്. അവൻ ആരാണെന്നറിയണമല്ലോ. എല്ലാവരും ഓടിച്ചെന്ന് നോക്കുമ്പോ ആരാ കിടക്കുന്നത്? ശരീരം മുഴുവനും വെട്ടുകൊണ്ട് 72ഓളം വെട്ടുകൊണ്ട് മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന ചെറുപ്പക്കാരൻ ആരെന്നറിയുവോ? നാളെ വിവാഹ പന്തലിൽ കടന്നു പോകേണ്ടവരോ, നാളെ ഒരു പെണ്ണിന്റെ കൈ പിടിക്കേണ്ടവരോ, നാളെ ജീവിതത്തിന്റെ തുടക്കം കുറിക്കേണ്ട സഅദ് റളിയല്ലാഹു തആല അൻഹു യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ ഇങ്ങനെ കിടക്കുമ്പോ ആരോ ഓടി വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, സഅദ് റളിയല്ലാഹു തആല അൻഹു ആ മുഖം മറച്ചിട്ട് പോയ ചെറുപ്പക്കാരൻ ആരെന്നറിയുവോ? അത് സഅദ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഓടി വരികയാണ്. അല്ലാഹുവിന്റെ റസൂല് കടന്നു വന്നു. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തലയെടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മടിയിലേക്ക് വെക്കുകയാണ്. പ്രവാചകൻ
പിന്നെ മടിയിലേക്ക് വെച്ചു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, സഅദ്, നാളെ നിന്റെ കല്യാണമായിരുന്നല്ലോ സഅദ്, എത്ര കൊല്ലത്തെ അഭിലാഷമായിരുന്നു സഅദ്, ഒരു സുന്ദരിയായ പെണ്ണ് നിന്നെ കാത്തിരുന്നപ്പോ നീ എന്തിനാ യുദ്ധക്കളത്തിലേക്ക് വന്നത്? നിന്നെ ഞാൻ പുതുവസ്ത്രം വാങ്ങാൻ പറഞ്ഞു വിട്ടതല്ലോ. ആ സമയത്ത് സഅദ് റളിയല്ലാഹു തആല എന്തിനാണ് മുഖം മറച്ചതെന്നറിയുമോ? യുദ്ധക്കളത്തിലേക്ക് കടന്നു വന്നാൽ അല്ലാഹുവിന്റെ റസൂൽ തിരിച്ചു പറഞ്ഞു വിടുമെന്ന് സഅദ് അറിയാ. കാരണം നാളെ വിവാഹമാണല്ലോ. അല്ലാഹുവിന്റെ റസൂൽ തിരിച്ചറിയാതിരിക്കാൻ ഞാൻ മുഖം മറച്ചതാ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ എന്തിനാണെന്ന് ചോദിക്കുമ്പോ സഅദ് എന്ന ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? പൊന്നുമോരെ, ഈ നശ്വരമായ ദുനിയാവല്ലല്ലോ, ഇനി ഒരു വലിയ ജീവിതമുണ്ടല്ലോ. നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു ചൊല്ലുമ്പോ അല്ലാഹു ആദ്യം ചോദിക്കുന്ന ചോദ്യം, നിനക്ക് ഞാൻ തന്ന ആയുസ് നീ എന്തിന് ചിലവഴിച്ചടാ? എല്ലാരും അല്ലാഹുവേ എന്റെ കുടുംബം കൊടുത്തു, എന്റെ സമ്പത്ത് കൊടുത്തു, എന്റെ ഭാര്യയെ കൊടുത്തു, എന്റെ മക്കളെ കൊടുത്തു, എല്ലാം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അവര് മുഴുവനും സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോ പറയാറ് എന്റെ കയ്യിലൊന്നുമില്ലല്ലോ നബിയേ. എനിക്ക് പറയാമല്ലോ, എന്റെ വിവാഹത്തിന്റെ തലേ ദിവസം പടച്ചറപ്പിന്റെ ദീനിന് വേണ്ടി എനിക്ക് പോരാടിയിട്ട് ശഹീദാകാ കഴിഞ്ഞല്ലോ. എനിക്കത് മതി നബിയേ. നാളെ പടച്ചറപ്പ് ചോദിക്കുമ്പോ പറയാൻ എനിക്കിതെങ്കിലും ഉണ്ടല്ലോ. നാളെ സ്വർഗത്തിന് ജന്നാത്തിൽ ഫിർദൗസ് എനിക്ക് കിട്ടുമല്ലോ നബിയേ. നാളെ അവിടെ അങ്ങയുടെ കൂടെ നടക്കാ കഴിയുമല്ലോ നബിയേ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ആ സഹാബി അവിടെ കിടന്ന് മരണപ്പെടുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മടിത്തട്ടിൽ കിടന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തോടെ യാത്രയാകുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകർ സഹാബത്ത് മുഴുവനും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ പ്രവാചകനെ പെട്ടെന്ന് തലതിരിക്കുകയാണ്. ചിരിച്ചുകൊണ്ട് റസൂലുള്ള തലതിരിക്കുകയാ. സഹാബത്ത് ചോദിച്ചു, നബിയേ യാ റസൂലല്ലാഹ്, എന്തിനാ നബിയേ 72 വെട്ടുകൾ കൊണ്ട് മരിച്ചു കിടക്കുന്ന നാളെ വിവാഹ പന്തലിൽ കടന്നു പോകണ്ട ഈ ചെറുപ്പക്കാരൻ മരിച്ചു കിടന്നപ്പോ എന്തിനാണ് ചിരിച്ചുകൊണ്ട് തലമടക്കിയത് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി, യാ സ്വഹാബാ, സ്വർഗത്തിലെ ഹൂറില്ലീങ്ങളായ പെണ്ണുങ്ങൾ ആ സഅദിന് വേണ്ടി കിടന്ന് തമ്മിലടിക്കുന്ന കാഴ്ച കണ്ട് സഹാബാ. അതിലെ ഹൂറില്ലീങ്ങളായ പെണ്ണുങ്ങളിൽ ഒരു പെണ്ണിന്റെ കാൽപാദം വെളിവായി സഹാബാ.